നിങ്ങൾക്ക് മാത്രം എന്താ ഞങ്ങളോട് ഇത്ര കലിപ്പ്? പല മുംബൈ ഫാൻസിനും ഗുജറാത്തിനോട് ചോദിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ഇതുവരെ 7 മത്സരങ്ങൾ ഏറ്റുമുട്ടിയതിൽ 5 മത്സരങ്ങളും വിജയിച്ചിട്ടുള്ളത് ഗുജറാത്ത്. കഴിഞ്ഞ 4 തവണ പരസ്പരം ഏറ്റുമുട്ടിയതിൽ 4 തവണയും വിജയിച്ചിട്ടുള്ളത് ഗുജറാത്ത്. സോ ബാക്ക് ടു ബാക്ക് വിജയങ്ങൾ മുംബൈക്കെതിരെ നേടിയതിന്റെ ആത്മവിശ്വാസത്തോടു കൂടി ഗുജറാത്ത് ടൈറ്റൻസ് മുംബൈ ഇന്ത്യൻസിനെതിരെ എലിമിനേറ്റർ പോരാട്ടത്തിൽ ഏറ്റുമുട്ടാൻ വേണ്ടിയിട്ട് പോവാണ്. കഴിഞ്ഞ കുറച്ച് മത്സരങ്ങൾ വിജയിച്ചു എന്ന് പറഞ്ഞ് മുംബൈക്കെതിരെ ആത്മവിശ്വാസത്തോടു കൂടി ഒരു നോക്കൌട്ട് ഗെയിമിൽ ഒരു എലിമിനേറ്ററിൽ അങ്ങനെ ഇറങ്ങാൻ വേണ്ടിയിട്ട് പറ്റുമോ? ഇല്ല. മുംബൈ ഗുജറാത്ത് പോരാട്ടം തീ പാറും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. കാരണം ഈ ഒരു തവണ തിരിച്ചുവരവ് എന്താണ്, തിരിച്ചു വരാൻ എങ്ങനെയൊക്കെ കഴിയും എന്നുള്ളതിന്റെ ബെസ്റ്റ് എക്സാമ്പിൾ ആയിരുന്നു മുംബൈയുടെ പ്രകടനം എന്ന് പറയുന്നത്. ആദ്യ മത്സരങ്ങളൊക്കെ ബാക്ക് ടു ബാക്ക് പൊട്ടി നിന്ന് പോയിന്റ് ടേബിളിന്റെ ഏറ്റവും താഴെ നിന്ന് എതിരാളികളൊക്കെ ഇത്തവണ മുംബൈ കത്തൂല്ല എന്ന് പ്രതീക്ഷിച്ച് നിന്നെടുത്തുന്നു ബാക്ക് ടു ബാക്ക് വിജയങ്ങളോടുകൂടി പോയിന്റ് ടേബിളിന്റെ മുകളിലേക്ക് എത്തുന്നു, പ്ലേ ഓഫിൽ എത്തുന്നു, എലിമിനേറ്റർ പോരാട്ടം വരെ എത്തുന്ന മുംബൈ എഴുതി തള്ളാൻ കഴിയില്ല. ബുംറ തിരികെ വന്നിട്ടുള്ള മുംബൈ എഴുതി തള്ളാൻ വേണ്ടിയിട്ട് കഴിയില്ല. ബുംറയും ബോൾട്ടും ഉൾപ്പെടുന്ന ആ ഒരു പവർ പ്ലേയിലെ ബൗളിംഗ് നിരെ എഴുതി തള്ളാൻ വേണ്ടിയിട്ട് കഴിയില്ല. ഓരോ ആളുകളും കൃത്യമായ ഇമ്പാക്ട് നൽകുന്ന മുംബൈ എഴുതി തള്ളാൻ കഴിയില്ല. സ്കൈയുടെ മികച്ച പ്രകടനങ്ങൾ എഴുതി തള്ളാൻ കഴിയില്ല. എന്തായാലും ഗംഭീര പ്രകടനത്തോടു കൂടി മുംബൈ ഗുജറാത്തിന് ഒരു വലിയ വെല്ലുവിളി ആകും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ഗുജറാത്തിന് മുന്നിലുള്ള വെല്ലുവിളി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ടോപ്പ് ഓർഡറാണ്. അവരുടെ ടോപ്പ് ഓർഡറിന്റെ ഫോം മാത്രമാണ് ഇതുവരെ ആ ഒരു ടീമിന്റെ ഏറ്റവും വലിയ കരുത്തെന്ന് പറയുന്നത്. സായി സുദർശനും ഗില്ലും ബട്ട്ലറും അടങ്ങുന്ന ടോപ്പ് ഓർഡർ ആ ഒരു ടീമിന്റെ നെടുന്തൂണായിട്ടാണ് നിന്നിട്ടുള്ളത്. ബട്ട്ലർ ടീമിനോടൊപ്പം ഇല്ല എന്നുള്ള ഒരു ഡിസഡ്വാൻറ്റേജ് ആ ഒരു ടീമിനുണ്ട്. അതുപോലെ തന്നെ ഗില്ലിനും സായി സുദർശനും ഫോം ആകാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നീട് മധ്യനിരയിൽ മികച്ച പ്രകടനത്തിന് ആര് നേതൃത്വം നൽകുമെന്നുള്ള ഒരു ചോദ്യമുണ്ട്. ഈ ചോദ്യങ്ങൾക്കെല്ലാം ഇന്ന് ഉത്തരം കണ്ടെത്താൻ കഴിഞ്ഞാൽ ഗുജറാത്ത് മുന്നോട്ട് കുതിക്കും. അവരുടെ 2ാം കിരീടത്തിന് വേണ്ടിയിട്ടുള്ള സാധ്യതകൾ കൂടുതൽ ശക്തമാവും. എന്തായാലും 6ാം തമ്പുരാനാകാൻ 6ാം കിരീടം നേടാൻ വേണ്ടിയിട്ട് മുംബൈയും ചെറുതല്ലാത്ത പോരാട്ടത്തിന് റെഡിയാണ്. ഹാർദിക് പാണ്ഡ്യയെ സംബന്ധിച്ചിടത്തോളം തൻ്റെ പഴയ ടീമിനെ ഗുജറാത്തിനെ തോൽപ്പിക്കുക എന്നുള്ള ഒരു ലക്ഷ്യം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നുണ്ടാകാം. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കീഴിൽ മുംബൈക്ക് ആദ്യത്തെ കിരീടം, അതായത് ഇതുവരെ രോഹിത് ശർമ്മ നേടിക്കൊടുത്തിട്ടുള്ള കിരീടമാണ്, ഹാർദിക്കിൻ്റെ ആദ്യത്തെ കിരീടത്തിന് വേണ്ടിയിട്ട് കളമൊരുക്കുക എന്നുള്ളൊരു ലക്ഷ്യം ഹാർദിക്കിനുണ്ടാവും. സോ തീ പാറുന്ന പോരാട്ടം, ഗുജറാത്ത് മുംബൈ എലിമിനേറ്റർ പോരാട്ടം കാണാം. നെഞ്ചോടിഞ്ച് പോരായിരിക്കും. മുൻനിര ഫോമിലേക്ക് ഉയർന്ന് ഗുജറാത്ത് ശക്തമായ ഒരു പോരാട്ടം മുംബൈക്ക് മുന്നിൽ കാഴ്ചവെക്കാൻ കഴിയട്ടെ. മുംബൈ ഗുജറാത്ത് പോരാട്ടത്തിൽ ആരായിരിക്കും മുന്നോട്ട് കുതിക്കുന്നത്? പഞ്ചാബിനെതിരെ അടുത്ത ക്വാളിഫയറിൽ മത്സരിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്? പ്രവചനങ്ങൾ പോരട്ടെ.